അവര് പോയിട്ടൊന്നും വിളിച്ചില്ലല്ലോ ദേവ. നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ടമ്മേ, പ്രിയങ്ക നമ്മുടെ മകളാ. അവളോട് നമ്മൾ ക്ഷമിച്ച രീതിയിൽ ഒരുപക്ഷെ കണിമംഗലത്തുകാർക്ക് പറ്റണമെന്നില്ല. അവരുടെ തീരുമാനം എന്തായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രാധികയല്ലേ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രിയങ്ക മോള. ഹലോ, എന്തായി മോളെ? ഇവിടെ വന്നപ്പോ എല്ലാരും എനിക്കെതിരായിരുന്നു മുത്തശ്ശി. പക്ഷേ ചേച്ചി എല്ലാരോടും നന്നായിട്ട് സംസാരിച്ചതുകൊണ്ട് എന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചു. അതവള് സംസാരിച്ചതുകൊണ്ടൊന്നും അല്ല, നിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. അല്ല മുത്തശ്ശി, അങ്ങനെ പറയരുത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചേനെ. അതെ മുത്തശ്ശി, ഫോണൊന്ന് അച്ഛനും കൊടുത്തേ. സ്പീക്കറിലിടാം. മോളെ, അച്ഛനും അമ്മയും മുത്തശ്ശി എല്ലാരും കേൾക്കുന്നുണ്ട്. മോള് പറഞ്ഞോ. അച്ഛാ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രയാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ചേച്ചി എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരുടെ പിണക്കവും മാറ്റി. പ്രതീക്ഷിക്കാതിരുന്നിട്ടും ഞാനിപ്പോ കണിമംഗലത്തിന്റെ മരുമകള് തന്നെയായി. നന്നായി മോളെ. ഇനിയെങ്കിലും നിങ്ങൾ മക്കള് രണ്ടുപേരും ഒരു പിണക്കവും ഇല്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതാ അച്ഛന് പറയാനുള്ളത്. അച്ഛാ, ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. അച്ഛാ, കൈകൂപ്പി നന്ദി പറയേണ്ടത് നിന്നോടാ. എന്തിന് അച്ഛനൊന്ന് വെറുതെ ഇരുന്നേ? ഇവളെന്റെ അനിയത്തിയല്ലേ? ഇവളുടെ കാര്യം നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അച്ഛനമ്മ എന്നെ വളർത്തിയതിന്റെ അർത്ഥം എന്താ? മോളെ, ആ അമ്മേ, ഇനി പേടിക്കൊന്നും വേണ്ട. ഇവളിപ്പോ നല്ല കുട്ടിയാ. ഇനി മുതല് ഇവളെല്ലാവരെയും വാശിയോടെ സ്നേഹിക്കാൻ തുടങ്ങും. കുറച്ചു ദിവസം കഴിയുമ്പോ ഇവളെ കുറിച്ച് പരാതി പറഞ്ഞ് എല്ലാവരും അത് മാറ്റി പറയും. നോക്കിക്കോ. നീ അവളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസ. മോളെ രാധികയെ, കുടുംബത്തിനോടുള്ള സ്നേഹവും കാരണവന്മാരോടുള്ള ബഹുമാനമൊക്കെയാണ് ഒരു പെൺകുട്ടിക്ക് നല്ല പേര് വാങ്ങിക്കൊടുക്കുന്നത്. അത് മോക്ക് മനസ്സിലായോ? മനസ്സിലായി അച്ഛാ, ഞാൻ നോക്കിക്കോളാം അവളെ. അച്ഛന് സന്തോഷായി മോളെ. അവൾ തെറ്റുകൾ ചെയ്താലും അത് തിരുത്താൻ എന്റെ മോളെ അച്ഛൻ വളർത്തിയിട്ടുണ്ടല്ലോ. എന്നാ ശരി മോളെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം അച്ഛാ.